നരേന്ദ്രമോദി കടക്കുപുറത്ത് എന്നാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ കുറിച്ചിരിക്കുന്നത്. എന്നാൽ അന്നാമലയുടെ അതേ രീതിയിലുള്ള മറുപടി #സ്റ്റാലിൻ ഗെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ, അതായത് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന BJPയുടെ അവരുടെ കുനിഷ്ടബുദ്ധി നടപ്പിലാക്കാൻ ഒരുപാട് നാളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP AIADMK സഖ്യം ഉപേക്ഷിച്ച് അവർ മത്സരിച്ചു നോക്കി. ഈ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഒരൊറ്റ സീറ്റ് പോലും ജയിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കോയമ്പത്തൂരിൽ സാക്ഷാൽ അന്നാമലയും അതുപോലെ തന്നെ കന്യാകുമാരിയിൽ സാക്ഷാൽ പൊൻ രാധാകൃഷ്ണനും 8 നില പൊട്ടി. അതിനുശേഷം DMKയോട് മൽപ്പിടുത്തവുമായി വീണ്ടും അന്നാമലൈ ഇറങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്ക് വിദേശത്തേക്ക് മുങ്ങി. കാരണം രാഷ്ട്രീയത്തിൽ ഇനി തിളങ്ങാൻ കഴിയില്ല എന്ന് അന്നാമലയ്ക്ക് മനസ്സിലായതോടെയാണ്. എന്നാൽ തമിലിസൈ സൗന്ദരരാജനെതിരെയുള്ള അമിത്ഷായുടെ വാക്കുകൾ നമുക്കറിയാം. അവരെ വിലക്കുന്ന രീതിയിൽ അന്നാമലയ്ക്കെതിരെ മോശം പരാമർശം നടത്തി എന്നതിന്റെ പേരിൽ അവരെ വിലക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അന്നാമലയെ വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ ഒരു ദൗത്യം BJP ഏൽപ്പിച്ചിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 50-ലധികം സീറ്റുകൾ നേടിയെടുക്കാൻ അന്നാമലൈ ശ്രമകരമായ നീക്കം നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രയാണത്തിലാണ്. എന്നാൽ അത് വിജയിക്കില്ല എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത്. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം കൂടി രംഗത്ത് വരുന്നതോടുകൂടി അവിടെ നടക്കാൻ പോകുന്നത് ശക്തമായിട്ടുള്ള ചതുഷ്കോണ മത്സരമായിരിക്കും പലയിടത്തും. ഒരു വശത്ത് DMK സഖ്യം, മറുവശത്ത് തമിഴക വെട്രി കഴകവും അതുപോലെ BJPയും AIADMKയും. എന്നാൽ തമിഴക വെട്രി കഴകം AIADMKയുമായി സഖ്യം പ്രാപിച്ചാൽ എല്ലായിടത്തും ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് ഒരു ത്രികോണ മത്സര പ്രതീതിയായിരിക്കാൻ സാധ്യതയുണ്ട്. അന്നാമലൈ പറയുന്നത് DMKയെ തൂത്തെറിയൂ, തമിഴ്നാടിനെ രക്ഷിക്കൂ എന്നാണ്. DMKയുടേത് കുടുംബപരമായിട്ടുള്ള സ്വേച്ഛാധിപത്യമാണെന്നും അതിനാൽ തമിഴ്നാട് മുക്തമാകേണ്ടതുണ്ട്, നരേന്ദ്രമോദിയുടെ വിഷനുമായി മുന്നോട്ട് പോകേണ്ടതാണ് എന്നതാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ ഒരു പ്രസ്താവന ഇവിടെ വ്യക്തമായി പറയേണ്ടതായി ഉണ്ട്. നിങ്ങൾ ഒരിക്കലും അധികാരത്തിൽ തമിഴ്നാട്ടിൽ വരില്ല എന്ന് ഞാൻ എഴുതിത്തരാം എന്നാണ് മോദിയുടെ മുഖത്തു നോക്കി രാഹുൽ ഗാന്ധി തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞത്. തമിഴ്നാട്ടിൽ വർഗീയവാദം അനുവദിക്കപ്പെടുന്നില്ല. കേരളത്തിൽ തൃശ്ശൂരിൽ താമര വിരിഞ്ഞപ്പോഴും തമിഴ്നാട്ടിൽ താമര വിരിയാതിരിക്കാൻ തമിഴർ നെഞ്ചോട് ചേർത്ത് വെച്ച് DMKയെ വിജയിപ്പിച്ചെടുത്തു. മുഴുവൻ സീറ്റുകളിലും 39 ലോക്സഭാ സീറ്റിലും DMK സഖ്യത്തിന്റെ തേരോട്ടമാണ് കണ്ടത്. അന്നാമലയുടെ പഠിച്ച 18 പണിയും എല്ലാം ചെളിക്കുണ്ടിലായി എന്ന് തന്നെ പറയേണ്ടി വരും.